ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നിരാശയോടെ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ടിപ്പണി അതുപോലെ തന്നെ ആ കവിത. ഓക്കെ, അപ്പോൾ ഇതിൽ കവിത എഴുതിയ ആളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് കുമാർ ശുക്ല എന്നുള്ളതും അതുപോലെ ടിപ്പണി എഴുതിയ ആളുടെ പേരെന്ന് വെച്ചാൽ നരേഷ് സക്സേന എന്നുള്ളതുമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ചെറിയൊരു ഫാക്റ്റാണ്, അതായത് നമ്മുടെ ടിപ്പണി എഴുതിയ ആളുടെ പേര് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ കവിത എഴുതിയാനുള്ള പേരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ടിപ്പണി എഴുതിയത് നരേഷ് സക്സേന, അതുപോലെ കവിത എഴുതിയത് വിനോദ് കുമാർ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കവിതയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ, അല്ലേ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ആ വ്യക്തിയെ അറിയില്ല, ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലുകയും അതുപോലെ തന്നെ ഞാൻ കൈകൾ നീട്ടുകയും ചെയ്തു, ആ വ്യക്തി എൻ്റെ കൈകൾ പിടിച്ചെഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ, മീൻസ് പരസ്പരം വ്യക്തികളുമായിട്ട് അറിയാതെ ഞങ്ങൾ പരസ്പരം മുമ്പോട്ട് പോയി എന്നതാണ് ആ ഒരു ചാപ്റ്ററിലെ പോയത്തിൽ മെയിനായിട്ട് പറയുന്നൊരു സാരാംശം. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ടിപ്പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കവിതേനെ വിനോദ് കുമാർ കി കവിതക്കോ നരേഷ് സക്സേനക്ക് ടിപ്പണിയാണ്. വിനോദ് കുമാറിൻ്റെ കവിതേനെ എടുത്തിട്ട് നരേഷ് സക്സേന അത് ടിപ്പണിയാക്കിയിട്ട് എഴുതിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടിപ്പണിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് ടൈപ്പായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, റൂഡിഗ്രസ്ത് അർത്ത് ഓർ അസലി അർത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന ആ ഒരു രീതികളാണ്, പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ റൂഡിഗ്രസ്ത് അർത്ഥം എന്ന് പറയുന്നത്. യഥാർത്ഥ അർത്ഥം അസലി അർത്ഥം എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റൂഡിഗ്രസ്ത് അർത്ത് ഓർ അസലി അർത്ഥക്ക ഫർക്ക്, വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ റൂഡിഗ്രസ്ത് അർത്ത് ക്യാ ഹേ എന്നോ അല്ലെങ്കിൽ അസലി അർത്ത് ക്യാ ഹേ ഒക്കെ വ്യക്തിക്കോ ജാനനെ കെ ലിയെ അസലി അർത്ത് ക്യാ ഹേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ റൂഡിഗ്രസ്ത് അർത്ത് ക്യാ ഹേ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിൽ എഴുതേണ്ട സമയത്ത് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് അയാളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും അല്ല, അയാളുടെ ഹതാശ, നിരാശ, അസഹായത, ഇതാണ് നമ്മളവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ റൂഡിഗ്രസ്ത് അർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക പേര്, അഡ്രസ്സ്, അതുപോലെ ഓഹദെ, പദവി, ജാതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മളൊരു വ്യക്തിയുടെ റൂഡിഗ്രസ്ത് അർത്ഥം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ പരമ്പരാഗതമായിട്ട് മനസ്സിലാക്കുന്ന രീതി. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അസലി അർത്ഥാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, ഇതെല്ലാം സങ്കട്, അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതുപോലെ നിരാശ, അദ്ദേഹത്തിന് കഴിയാത്തൊരവസ്ഥ, ഒന്നിനും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, ഇതെല്ലാമാണ് ഒരു വ്യക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതല്ലാണ്ട് പേരും അഡ്രസ്സും അല്ല എന്നതൊക്കെയാണ് അത് കവിതയിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അസലി അർത്ഥം എന്ന് പറയുമ്പോൾ ഹതാശ, നിരാശ, അസഹായത, ഇതാണ് അസലി അർത്ഥം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, റൂഡിഗ്രസ്ത് അർത്ഥം, അസലി അർത്ഥം. ഓക്കെ, അതിന് ശേഷം ഇനി വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ഈ പാഠഭാഗത്തിൽ മെയിനായിട്ടുള്ള രണ്ട് സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇസ് പാഠഭാഗ സന്ദേശ് ക്യാ ഹേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആ പാഠഭാഗത്തിൻ്റെ സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത ഹോന ജറൂരി ഹേ, അതായത് ജാൻകാരിയം ജറൂറത്ത് നഹി ഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം വേണമെന്നുള്ളതും അവിടെ വേറൊരു അറിവ്, അതായത് വ്യക്തിയുടെ നാം, പത്ത, അല്ലെ, അഡ്രസ്സും പേരും ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജാൻകാരിയാം ജറൂരി നഹി ഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത്യാവശ്യമില്ല. അതായത് നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ ഹതാശ, നിരാശ, അസഹായത, ഇതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതെന്ന് പറയുന്നു. പിന്നെ അടുത്തൊരു മെസ്സേജായിട്ട് കൊടുത്തിരിക്കുന്നത് ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത കാ എഹ്സാസ് ഹോന ജറൂരി ഹേ എന്ന് പറയുന്നുണ്ട്. രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം വേണം എന്നതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ആ ഒരു മെസ്സേജുകൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ അതിൽ ഒരു കാര്യം കൂടെ പറയുന്നത് മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാ ദിലാത്തി ഹേ എന്ന് പറയുന്നത്, മനുഷ്യനെ പോലെ അറിയുക എന്നുള്ള ആ ഒരു ഓർമ്മ ഉണർത്തുക. ഇവിടെ മനുഷ്യത്വത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു വ്യക്തി നിരാശയോടെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് അയാൾക്കൊരു സഹായം നമ്മൾ കൊടുക്കുക എന്നതാണ് അദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കവിതേനെയാണ് നരേഷ് സക്സേന ടിപ്പണിയാക്കിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതിലെ ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ടിപ്പണി ക ലേഖക കോൺ ഹേ, ടിപ്പണി എഴുതിയ ആളുടെ പേര് ചോദിക്കാം, അല്ലെങ്കിൽ കവിത എഴുതിയ ആളുടെ പേര് ചോദിക്കാം, അതല്ലെങ്കിൽ जानने की रूढ़िग्रस्त अर्थ क्या है ചോദിക്കാം, അല്ലെങ്കിൽ जानने की असली अर्थ क्या है और दोनों का
ദുരിയാൻ അല്ലെങ്കിൽ വ്യത്യാസം അല്ലെ, ഫർക്ക് ക്യാ ഹെ എന്ന് ചോദിക്കാം. ഓക്കെ, ഓർ ഇസ് പാഠഭാഗ സന്ദേശ് ക്യാ ഹെ, രണ്ട് സന്ദേശം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞോളൂ അല്ലെ, മനുഷ്യനെ പോലെ അറിയുക എന്ന ഓർമ്മ ഉണർത്തുകയും, അടുത്തത് അല്ലെ ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ പേരും അഡ്രസ്സും കാര്യങ്ങളല്ല അതറിയേണ്ട ആവശ്യമില്ല, വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായതയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ ചാനലിലൂടെ ഇനി കുറച്ച് കഴിയുമ്പോൾ എക്സാമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും വ്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.